ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മാലയോഗം ഉണ്ണിമായയുടെയും കവിതയുടെ ഒക്കെ കഥ ഇഷ്ടമാകുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരണം കേട്ടോ. മാത്രമല്ല, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്ന നമ്മളുടെ പ്രിയ വായനക്കാരെ, നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ വലിയ കുടുംബമാക്കി തരണം കേട്ടോ. എൻ്റെ ഒരു അപേക്ഷയാണ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ വേണ്ടി അത്രയും കൊതിയോടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാലയോഗത്തിലേക്ക് വരാം. 38ാമത്തെ ഭാഗം. പാൽപ്പായസമായി നീ ഉള്ളപ്പോൾ എനിക്ക് ഇന്നെന്തിന് പാൽ? അവളുടെ കാതോരം പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവളുടെ ദേഹം ഇക്കിളി കൂട്ടി. അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി. ചെറിയമ്പ്യാരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എനിക്കറിയില്ല, പറഞ്ഞു തരണം. തന്നാൽ അതുപോലെ അനുസരിച്ചു കൊള്ളാം. പറയുമ്പോൾ കവിത അവൻ്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കി. അവൻ അവളിലേക്ക് ചേർന്ന് നിന്നതും തുടുത്ത കവിളോടെ തലകുനിച്ചു. ഒരനിഷ്ടമുണ്ട്. ഭരതൻ അവളുടെ താടിയെ വിരൽ കൊണ്ട് ഉയർത്തി അവളുടെ മിഴിക്കോണിലേക്ക് മിഴി കോർത്തു. അത് കേൾക്കവേ അവളുടെ കൃഷ്ണമണികൾ എന്തെന്നില്ലാതെ പരക്കം പാഞ്ഞു. ചെറിയമ്പ്യാരി എന്നേ ഈ വിളി മാറ്റാൻ പറ്റില്ലടോ തനിക്ക്? കവിതയുടെ തലമുടിയിൽ തഴുകി അവൻ അങ്ങനെ ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. ചെറുപ്പം തൊട്ടേ ശീലിച്ചു പോയതല്ലേ, എങ്കിലും ശ്രമിക്കാം. കവിതയുടെ അതരങ്ങളിൽ പുഞ്ചിരിയൂറി. എടുത്താൽ പൊങ്ങാത്തത്ര ഭാരവും പേറി നടക്കുന്ന എൻ്റെ ഉള്ളിൽ ചെറിയമ്പ്യാരോട്, അല്ല ഭരതേട്ടനോട് സ്നേഹം മുട്ടിട്ടത് എപ്പോഴാണെന്ന് പോലും അറിയില്ല. നിങ്ങൾ കാണുന്ന ഓരോ നിമിഷവും നീറുന്ന നെഞ്ചിൽ കുളിർമഴ പെയ്യുന്ന സുഖം തീർത്തു. പക്ഷേ ഇഷ്ടം തുറന്നു പറയാൻ പോയിട്ട് ഒന്ന് മുഖത്തേക്ക് നോക്കാൻ പോലുമുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. അതിനപ്പുറം മനസ്സിൽ നിറയെ അപകർഷതാ ബോധമായിരുന്നു. ഭരതേട്ടൻ്റെ ഭാര്യയായി ഈ മഠത്തിലേക്ക് വരാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് മനസ്സ് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. മനസ്സ് തുറന്ന് അവൾ പറയട്ടെ എന്നിരിക്കെ ഭരതൻ അരികിലെ കസേരയിലേക്കിരുന്നു. ആ മനസ്സിൽ ഉണ്ണിമായയോട് ഇഷ്ടമുണ്ടെന്നറിഞ്ഞപ്പോൾ വല്ലാതെ നൊന്തു. വിഷ്ണുവേട്ടനെ മറന്ന് അവൾ ഭരതേട്ടനെ സ്വീകരിക്കുമോ എന്ന് ശങ്കിച്ചു നിന്നു. പക്ഷേ അവൻ ആ ചതിയൻ അവൾ വഞ്ചിച്ചു. തളർന്നു കിടക്കുന്ന അവളുടെ അവസ്ഥയിൽ നിങ്ങൾ അവൾക്കൊരു കൂട്ടാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനും നിരീച്ചു. ഇന്നലെ ചോദിച്ചില്ലേ ഭരതേട്ടൻ, മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ കവിത എന്ത് ചെയ്യുമായിരുന്നെന്ന്? അതിനുത്തരം തരാൻ എനിക്കിപ്പോഴും കഴിയില്ല. പക്ഷെ ഒന്നറിയാം, കവിതയുടെ കഴുത്തിൽ മറ്റൊരാളുടെ താലി വീഴില്ല, ഈ ഇരിക്കുന്ന ഇലഞ്ഞിത്തറ ഭരതൻ നമ്പ്യാരുടേതല്ലാതെ. തലയൊന്ന് അവനെ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞതിനൊപ്പം അവൾക്കരികിൽ വന്ന് അവളെ പുണരാൻ ഭരതന് നിമിഷ നേരമേ വേണ്ടി വന്നുള്ളൂ. ഇലഞ്ഞിത്തറ മഠത്തിൻ്റെ ഉമ്മറത്ത് സ്വത്ത് ഭാഗം വെപ്പിൻ്റെ ബഹളങ്ങൾ നടക്കുകയാണ്. വിജയലക്ഷ്മിയുടെ കസേരയ്ക്ക് തൊട്ടരികിലായുള്ള കസേരകളിൽ ഭരതൻ്റെ അച്ഛൻ്റെ 2 അനിയന്മാർ ഇരിപ്പുണ്ട്. ആതിരയും ഭർത്താവും തിണ്ണയിൽ കയറിയിരുന്നു. വക്കീൽ പ്രമാണം ഉറക്കെ വായിച്ചു. ഇലഞ്ഞിത്തറയുടെ മൊത്തം സ്വത്ത് വകകൾ വിവരിച്ചു. വിശ്വനാഥനും സൗപർണികയും വക്കീലിൻ്റെ തൊട്ട് പിറകിൽ തന്നെ നിൽപ്പുണ്ട്. കുറച്ചപ്പുറം മാറി ഭിത്തിയിൽ ചാരി നിൽക്കുന്ന കൃഷ്ണനുണ്ണിക്ക് പിറകിലെ സോഫയിൽ കേദാറിന് ഭക്ഷണം കൊടുത്ത് മേഘനയെ ഇരിപ്പുണ്ട്. ഭരതൻ മുകളിലെ മുറിയിൽ ഇരുന്നതേ ഉള്ളൂ. എവിടെ നിൽക്കും, ആർക്കൊപ്പം നിൽക്കും എന്ന ശങ്കയിൽ കവിത കുറച്ചു നേരം ഇവിടേക്കായിട്ട് തട്ടിത്തറിഞ്ഞു നിന്നെങ്കിലും പിന്നെ അവൾ ഗോവണി കയറി മുകളിലെത്തി ബെഡിൽ ഇരിപ്പുറക്കാതെ നടക്കുന്ന ഭരതൻ്റെ അരികിൽ പോയി നിന്നു. അല്ലാതെ അവൾ എന്ത് ചെയ്യാനാണ്? സ്വത്ത് വീതം വെപ്പിൽ ഏറ്റവും താല്പര്യമുള്ളവർ മുൻവശത്ത് തന്നെയുണ്ട്. മുമ്പിൽ നടക്കുന്നത് എന്തെന്ന് മനസ്സിലാവാതെ വിജയലക്ഷ്മി ഇരുന്നു. അവരുടെ മുഖം ആകെ ക്ഷീണിച്ചു തളർന്നിരുന്നു. ഏതു നേരവും പിച്ചും പേയും പറഞ്ഞിരിക്കും. ഓർമ്മശക്തിയും തകരാറുണ്ട്. ഭാമിനിയുടെ മരണത്തോടെയാണ് വിജയലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അമ്മയുടെ ആവശ്യം ഇവിടെ ഇല്ലെങ്കിൽ മുറിയിൽ കൊണ്ടുപോയി കിടത്താമായിരുന്നു. കൃഷ്ണനുണ്ണി കസേരയിൽ തലചിരിച്ചു വെച്ചു മിഴിപൂട്ടി കിടക്കുന്ന വിജയലക്ഷ്മിയെ ദയനീയമായി നോക്കി. അതെന്ത് വർത്താനാടാ? അമ്മ ഇല്ലാതെ എങ്ങനെ സ്വത്ത് വീതം വെക്കും? നമുക്കൊക്കെ എത്ര വെച്ച് കിട്ടുന്നു എന്ന് അമ്മ അറിയണ്ടേ? അല്ല ചേച്ചി, ആതിരയെ നോക്കി സൗപർണിക ചോദിച്ചതും
അവരും മൗനമായി നിന്നു. നിങ്ങൾക്ക് എത്ര കിട്ടി പൂഴ്ത്തി എന്നൊന്നും ആ പാവത്തിന് മനസ്സിലാകില്ല. എല്ലാവരുടെയും സംഭാഷണം ശ്രദ്ധിച്ചു താഴേക്ക് ശരവേഗത്തിലെത്തിയ ഭരതൻ വിജയലക്ഷ്മിയെ എടുത്തു പൊക്കാൻ അടുത്തേക്ക് വന്നു. അമ്മവാ, ഇത്തിരി നേരം മുറിയിൽ വിശ്രമിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിരിക്കാം. മിഴി അടച്ചു കിടക്കുന്ന അവരുടെ കവളിൽ തലോടി ഭരതൻ വിളിച്ചതും വിജയലക്ഷ്മി അവൻ്റെ കയ്യിലേക്ക് വാടിത്തളർന്നു വീണു. ഭീതി അലട്ടുന്ന മിഴികളോടെ അവൻ കൃഷ്ണനുണ്ണിയെ നോക്കി. അവൻ്റെ നോട്ടം ഭരതൻ ചേർത്തു പിടിച്ചു കിടത്തിയ അമ്മയിൽ തന്നെയായിരുന്നു. അമ്മേ, ആരേലും കുറച്ച് വെള്ളം തരൂ. വെറും തറയിൽ അവരെ മലർത്തി കിടത്തി ഭരതൻ അവരുടെ കൈവെള്ളയിൽ തിരുമ്മി. വിശ്വനാഥനും സൗപർണികയും ശങ്കയോട് പരസ്പരം നോക്കി. കവിത കൊണ്ടുവന്ന വെള്ളം ഞൊടി നേരം കൊണ്ട് ആതിര പിടിച്ചു വാങ്ങി ശക്തിയോടെ വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് തളിച്ചു. അനക്കമില്ലായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ശ്വാസഗതിയുടെ മിടിപ്പോ ഉയർന്നു പൊങ്ങലോ ഒന്നുമില്ല. ഭരതനെ എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അമ്മ മരിച്ചുവെന്ന് സമ്മതിക്കാൻ അവൻ ഒരുക്കമല്ല. ആതിരയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി അവൻ വിജയലക്ഷ്മിയുടെ മുഖം കഴുകി കൊടുത്തു. മക്കളെ, എല്ലാവരും അത് മാറി നിന്നോളൂ. ചെറിയച്ഛൻ പറഞ്ഞതും നനഞ്ഞ മിഴികളോടെ ഭരതനും കൃഷ്ണനുണ്ണിയും അയാളെ നോക്കി. ചെറിയച്ഛ. ഭരതൻ്റെ സ്വരം ഗദ്ഗതം വന്ന് മൂടി. ഇല്ല, ഇനി അവളില്ല എന്നും പറഞ്ഞ അയാൾ കയ്യിലെ പൾസ് നോക്കി എഴുന്നേറ്റു. അല്പനേരം കഴിഞ്ഞതും ഗവൺമെൻറ് ക്ലിനിക്കിലെ ഒരു ഡോക്ടർ വന്ന് വിജയലക്ഷ്മിയുടെ മരണം ഉറപ്പുവരുത്തി. അതിനുശേഷം കുളിപ്പിക്കാനും സംസ്കരിക്കാനുള്ള ഏർപ്പാട് തുടങ്ങി. ഹാളിൻ്റെ നടുവിൽ വിജയലക്ഷ്മിയെ പൊതുദർശനത്തിന് വെച്ചു. കുന്നിമണി ഗ്രാമത്തിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട വേദനയിൽ ഗ്രാമീണർ ഇലഞ്ഞിത്തറയിലേക്ക് ഒഴുകിയെത്തി. മിഴിനീർ നിറഞ്ഞു കലങ്ങിയ മിഴിയോടെ ഭരതൻ ഭിത്തിയിൽ ചാരി നിന്നു. സുചിത്രയുടെ അരികിലായി കവിത ഇരുന്നു. സുചിത്രയുടെ നിറഞ്ഞു ഒഴുകുന്ന മിഴികൾ അവർ വാശിയോടെ തുടച്ചുകൊണ്ടിരുന്നു. കവിതയുടെ മനസ്സ് നിർവികാരമായിരുന്നു. അവൾ മൗനമായി മീയടച്ചു സുഖമായി നിദ്രയിലാണ്ട് കിടക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഭരതൻ്റെ മുഖം കണ്ടപ്പോൾ അവളുടെ ഉള്ളം പൊള്ളുന്നുണ്ട്. അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അവൾക്ക് അറിയുന്നില്ലായിരുന്നു. ആതിരയും സൗപർണികയും ദിവസവും സീരിയൽ കാണുന്നതിൻ്റെ ഫലമായി നന്നായി കരഞ്ഞ് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. മരണവാർത്ത അറിഞ്ഞവർ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് നിർത്താതെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. കോളുകൾ അറ്റൻഡ് ചെയ്യാനും വാർത്ത അറിയാത്തവരെ വിളിച്ചറിയിക്കാനും മേഘന നിന്നു. വിശ്വ, പോയി കുളിച്ച് ഇറനോടെ വരൂ, ചെറിയച്ഛൻ അധികാരസ്വരത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു. അതോടെ വിശ്വനാഥൻ കുളിച്ചു തോർത്തെടുത്തുമേൽ തോർത്തുകൊണ്ട് ദേഹം മറച്ചു വന്നു നിന്നു. ഭരതനെയും കൃഷ്ണനുണ്ണിയെയും സാക്ഷികളാക്കി ആ ചിതയ്ക്ക് വിശ്വനാഥൻ തീ കൊളുത്തി. അമ്മയെ തീഗോളങ്ങൾ വിഴുങ്ങുന്നത് കാണേ ഭരതൻ്റെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ പൊഴിഞ്ഞു. നിമിഷയുടെ നമ്പർ നോക്കി ഇലഞ്ഞിത്തറയിലെ ലാൻഡ് ഫോണിൽ നിന്നും വിളിച്ചു കവിത ഉണ്ണിമായയെ മരണവിവരം വിളിച്ചു അറിയിച്ചിരുന്നു. എന്താ കവിത പറഞ്ഞേ? സ്തംഭിച്ചു നിൽക്കുന്നവളുടെ അരികിലേക്ക് നിമിഷ വന്നു. ചെറിയമ്പ്യാരുടെ അമ്മ മരിച്ചെന്ന്. എടാ, നമുക്ക് വീട്ടിൽ പോകാം. മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ ഒന്ന് കിടക്കണം. കവിത നിമിഷയുടെ കയ്യിലെ കവർ വാങ്ങി മുന്നോട്ട് നടന്നു. ജോലി കഴിഞ്ഞ് വന്നതും അപ്പുവിനെ കൂട്ടി വിഘ്നേഷിൻ്റെ വിവാഹത്തിന് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു രണ്ടാളും. പർച്ചേസിങ് ഓൾമോസ്റ്റ് ഫിനിഷാണ് ഉണ്ണിമയെ. നമുക്ക് രണ്ടാൾക്കുമുള്ള ബ്ലൗസിൻ്റെ തുണി എടുക്കണം. അത്രേ ഉള്ളൂ ഇനി. തുണിക്കടയിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ നിമിഷ പറഞ്ഞു. കാർ പോർച്ചിൽ നിന്നും പരസ്പരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സഹോദരങ്ങൾക്കിടയിലേക്ക് സുബ്ബലക്ഷ്മി ഇറങ്ങിച്ചെന്നു. വിഷയം എപ്പിടി പോകുന്നത്? രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് താലി കെട്ട് കഴിഞ്ഞ് വന്നാൽ ഓഡിറ്റോറിയത്തിലേക്ക് മാപ്പിളയും പൊണ്ണു വരണം. സുബ്ബലക്ഷ്മി അവരുടെ ഘനഗാംഭീര്യ ശബ്ദത്തിൽ പറഞ്ഞതും വിഘ്നേഷും വെങ്കിടേഷും അന്താളിപ്പോടെ പരസ്പരം നോക്കി നിന്നു. വിവാഹം നടക്കുമോ എന്ന് പോലും ഉറപ്പില്ലാതെ എങ്ങനെയാ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത്? വെങ്കിടി അനുനയത്തിൽ പറഞ്ഞു തുടങ്ങി. നീ എന്നെ പേസറടാ. സുബ്ബലക്ഷ്മി അവരുടെ വട്ടക്കണ്ണട മൂക്കിലേക്ക് അമർത്തി വെച്ചു. അമ്മ. വിഘ്നേഷ് അവർക്കരികിലേക്ക് ചേർന്ന് നിന്നു. വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. നേരെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ മുറിയുടെ വാതിൽ തുറക്കില്ല. എന്തിനു പിറകെ ചെന്ന് കാല് പിടിച്ചിട്ട് പറഞ്ഞിട്ടും വല്ലാത്തൊരു സംസാരമാണ് ശിവാംഗിയിൽ നിന്നുണ്ടായത്. ഇങ്ങനെ ഒരു മാറ്റം അവളിൽ കണ്ടിട്ടില്ല. വിഘ്നേഷിൻ്റെ ഹൃദയമിടിപ്പേറി തുടങ്ങി. അവൻ നെഞ്ചിൽ കൈവച്ചു. അതുകൊണ്ട് തന്നെ ഇനി അവൾ എന്ത് പ്രവർത്തിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഒരു പക്ഷേ അവൾ അമ്പലത്തിലേക്ക് വന്നില്ലെങ്കിലോ?
ആശങ്കയോടെ അവൻ സുബ്ബലക്ഷ്മിയുടെ തോളിൽ കരതലമർത്തി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ആത്മസംഘർഷത്തിലൂടെയാണ് തൻ്റെ മകൻ കടന്നു പോകുന്നതെന്ന് ഓർക്കെ അവരുടെ ഉള്ളം പിടഞ്ഞു. ഇല്ല, അവൾ വരും. നിന്റെ ഭാര്യയായിരിക്കാൻ അവൾക്ക് യോഗമുണ്ടെങ്കിൽ കണ്ടിപ്പാ അവൾ വരും. നിറഞ്ഞു തുടങ്ങിയ അവൻ്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കിയവർ. വെങ്കി, വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തോ? വെങ്കിടിയെ നോക്കാതെ തിരിഞ്ഞു നിന്ന് അവരൊരു നിർദ്ദേശവും നൽകി. അവർ അവിടെ നിന്ന് പിൻവാങ്ങി. കവിത വിജയലക്ഷ്മിയുടെ മുറിയിലെ ലൈറ്റിട്ട് നോക്കുമ്പോൾ അമ്മയുടെ ബെഡിൽ കമിഴ്ന്നു കിടക്കുന്ന ഭരതനെയാണ് കണ്ടത്. കയ്യിലുള്ള കഞ്ഞിപ്പാത്രം മുറിയുടെ മൂലയിലിരിക്കുന്ന മേശയ്ക്ക് മുകളിൽ വെച്ച് കവിത അവനരികിലേക്ക് പോയിരുന്നു. ഭരതേട്ട വിളിക്കുന്നതോടൊപ്പം അവൾ അവൻ്റെ തലമുടിയിലൂടെ വിരലോടിച്ചു. തല ഉയർത്തി നോക്കുന്ന അവൻ്റെ കരഞ്ഞു കലങ്ങിയ മിഴികൾ കാണവേ കവിതയുടെ ഹൃദയം വേദനിച്ചു. എത്ര നേരമായി കിടപ്പ്? രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ. അതീവ നമ്പരത്തോടെ അവൾ പറഞ്ഞൊപ്പിച്ചു. കവി, എൻ്റെ അമ്മ എന്നെ തനിച്ചാക്കി പോയി. ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയി. ഭരതൻ അവളുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. അച്ഛൻ പോയപ്പോൾ ഞാൻ പിടിച്ചു നിന്നത് എനിക്ക് എൻ്റെ അമ്മയുണ്ടല്ലോ എന്നോർത്താ. തന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ തീർത്തും ഒറ്റപ്പെട്ടിരുന്നു. പറയുമ്പോൾ അവൻ പതിയെ മലർന്നു കിടന്നു ഇരു കൈകളും നെഞ്ചിൽ വെച്ചു. ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ചവളായ എൻ്റെ ഉണ്ണിമായ, നമ്മളല്ലാതെ അവൾക്കാരാ ഉള്ളത്? എങ്ങോ നോക്കി പറഞ്ഞുകൊണ്ട് കവിത ഇരുന്നു. നിറഞ്ഞു വന്ന മിഴികൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. കവി എറണാകുളത്ത് പോയിട്ടുണ്ടോ? ഭരതൻ കിടന്ന പാടെ അവളെ നോക്കി നെഞ്ചിലേക്ക് കിടത്തി. ഇല്ലെന്നവൾ ചുമൽ കൂച്ചി കാണിച്ചു. നിന്റെ ഉണ്ണിമായെ കാണാൻ നമുക്ക് എറണാകുളം വരെ പോയാലോ? ഇവിടുത്തെ ഈ പിരിമുറുക്കങ്ങളിൽ നിന്നും ഒരു ആശ്വാസവുമാകും. അവനത് പറയുന്നത് കേൾക്കെ അവളിലും പ്രതീക്ഷയുടെ ചെറു കുളിർമഴ പെയ്തിരുന്നു. ഇന്നാണ് സമുദ്രയുമായുള്ള വിഘ്നേഷിൻ്റെ വിവാഹം. അവൻ്റെ വീടും ഓഡിറ്റോറിയവും കമനീയമായി തന്നെ അലങ്കരിച്ചിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലികെട്ട് കാണാൻ ആഗ്രഹം ഉള്ളവരൊക്കെ രാവിലെ 6:30 വിഘ്നേഷിൻ്റെ വീട്ടിൽ വരാൻ നിർദ്ദേശം ഉണ്ടായിരുന്നു. അല്ലാത്തവർക്ക് 12 മണിയോടെ ടൗണിലെ ഓഡിറ്റോറിയത്തിൽ വന്ന് ചേരുകയും വേണം. ഗുരുവായൂർ പോയി തൊഴാനുള്ള അവസരം കിട്ടിയ സന്തോഷത്തിൽ ഉണ്ണിമായെയും നിമിഷയും അപ്പുവിനെയും കൂട്ടി സ്റ്റാഫുകൾക്ക് തയ്യാറാക്കി വെച്ച ഓംനി വാനിൽ കയറിയിരുന്നു. സ്വർണ്ണക്കരയുള്ള കടും ചുവപ്പ് കോട്ടൺ സാരിയായിരുന്നു ഉണ്ണിമായ ധരിച്ചതെങ്കിൽ ഇളം നീല ഫാൻസി സാരിയായിരുന്നു നിമിഷയുടെ വേഷം. എടി ഉണ്ണിമായ, ഈ സാരിയിൽ നിന്നെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. തലയിൽ കുത്തിയ മുല്ലപ്പൂ ഒന്നുകൂടെ സ്ലൈഡിട്ട് മുറുക്കുന്നവളോടായി നിമിഷ പറഞ്ഞപ്പോൾ പീലി നീട്ടി എഴുതിയ മിഴികൾ വിടർത്തിക്കൊണ്ട് ഉണ്ണിമായ ഒരു നർത്തകിയുടേതുപോൽ ഭാവം കാണിച്ചു. കഴുത്തിൽ തൂക്കിയ കട്ടിയുള്ള കരിമണിമുത്തിൻ്റെ നെക്ലേസ് നേരെ ഇട്ടു. കാതിലെ കരിമണിമുത്തിൽ തീർത്ത ജിമിക്ക് നേരെ ഇടുന്നതിനിടയിൽ വാനിൻ്റെ കണ്ണാടിയിലേക്ക് നോക്കി നിമിഷ പറഞ്ഞത് ശരിയാണെന്ന് അവൾ ഉറപ്പിച്ചു. തന്നെ ഇത്രയും ഭംഗിയിൽ മറ്റൊരു സാരിയിലും കണ്ടിട്ടില്ലെന്ന് അവൾ സ്മരിച്ചു. വെള്ള ഷർട്ടും വെള്ളത്തുണിയും ധരിച്ചു നവവരനായി വിഘ്നേഷ് മുൻപിൽ കാണുന്ന കാറിൽ കയറുന്നതൊക്കെ ഇരുവരും പിറകിലെ വാഹനത്തിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. എടി, സാറ് കയറി, ഇനി നമ്മൾ നേരെ ഗുരുവായൂരിലേക്ക്. ഉണ്ണിമായ വിഘ്നേഷിനെ എത്തി നോക്കുന്നത് കണ്ട് നിമിഷ അവളുടെ കാതോരം പറഞ്ഞു. വെങ്കിടിയുടെ കൈ പിടിച്ച് വിഘ്നേഷിൻ്റെ കൂടെ കയറാൻ പോകുന്ന സുബ്ബലക്ഷ്മിയെയും ഉണ്ണിമായ കണ്ടിരുന്നു. അതാണ് സാറിൻ്റെ അമ്മ, തമിഴെത്തിയ. പതിഞ്ഞ സ്വരത്തിൽ അവളെല്ലാം ഉണ്ണിമായുടെ കാതിൽ ഓതിക്കൊടുത്തു. കേൾക്കാനുള്ള കൗതുകത്തിൽ ഉണ്ണിമായ കാതും കൂർപ്പിച്ച് അവളുടെ അരികിൽ തന്നെ ഉണ്ട്. ഗുരുവായൂർ എത്തിയതും അവരെ അമ്പലത്തിൽ അരികിൽ ഇറക്കി വാൻ പാർക്കിംഗ് ഏരിയ തപ്പിപ്പോയി. അമ്പലത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ്. അന്ന് വേറെയും കല്യാണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വധൂവരന്മാരും അവിടെ ഇവിടെയുമായി നിൽപ്പുണ്ട്. അപ്പുവിൻ്റെ കൈവിടാതെ ഉണ്ണിമായയും ഉണ്ണിമായുടെ കൈവിടാതെ നിമിഷയും മുറുകെ പിടിച്ചു. വരൻ്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ. വെങ്കിടിക്കരികിൽ ടവൽ കൊണ്ട് മുഖം തുടച്ച് നിൽക്കുന്നുണ്ട് വിഘ്നേഷ്. തുടരും. അടുത്ത ഭാഗത്തിൽ ഉറപ്പായിട്ടും കല്യാണ നിമിഷങ്ങളുണ്ടാകും. കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് അടുത്ത ഭാഗം വായിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവരും അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പാർട്ട് ഇടുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. കാത്തിരിക്കണേ.